സാറേ, ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിലേക്ക് എത്തുമോ? ഇപ്പോൾ വലിയ ആശങ്കയുണ്ട്, അങ്ങനെ എത്താൻ സാധ്യതയുണ്ടെന്ന്. കാരണം അതിൻ്റെ സൂചന വന്നു. കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഛാത്ര ശിബിർ വിദ്യാർത്ഥി വിഭാഗം പിടിച്ചെടുത്തു. ആദ്യമായിട്ടാണ് ധാക്ക യൂണിവേഴ്സിറ്റി, ജഹാംഗീർ നഗർ യൂണിവേഴ്സിറ്റി, ആദ്യമായിട്ടാണ് ഈ ധാക്ക യൂണിവേഴ്സിറ്റി പോലെ മറ്റേ കൂട്ടക്കൊല നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് 1971 പാകിസ്ഥാൻ പട്ടാളം വന്നിട്ട് ഈ ധാക്ക അന്ന് കിഴക്കൻ പാകിസ്ഥാനാണല്ലോ, അവിടെ കൂട്ടക്കൊല നടത്തിയതാണ്. അപ്പോൾ ആ സർവകലാശാലയും കൂടി ജമാഅത്തെ ഇസ്ലാമി സ്വന്തമാക്കുക. കാരണം വിദ്യാർത്ഥികളല്ലേ പുരോഗമന ആശയങ്ങളുമായിട്ട് കൊണ്ടു നടക്കേണ്ടത്. പുരോഗമന ആശയത്തിന്റെ കൂടെ അല്ലല്ലോ ഇത്, റിട്രോഗ്രസീവ് അല്ലേ, രാജ്യത്തിന് പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു ആശയത്തിന്റെ കൂടെ പുതിയ തലമുറ നിൽക്കുന്നു എന്നുള്ളത് ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ മുൻപ് ഈ യൂണിവേഴ്സിറ്റികളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്ലാമി ഛാത്ര ശിബിർ ICS ഇതാണ് 25 സീറ്റിൽ, ധാക്കയിൽ 20 സീറ്റും. അപ്പോൾ 25 സീറ്റിൽ 20 സീറ്റും ഇസ്ലാമി ഛാത്ര ശിബിർ പിടിച്ചെടുത്തു. ജഹാംഗീർ യൂണിവേഴ്സിറ്റിയിൽ 35 വർഷം ഇത് ബാൻ ചെയ്തിരുന്നതാണ്. ധാക്ക അത് 25-ൽ 20 ജഹാംഗീർ യൂണിവേഴ്സിറ്റിയിൽ, ധാക്ക യൂണിവേഴ്സിറ്റിയിൽ 12 സീറ്റിൽ 9 സീറ്റും ജമാഅത്തെ ഇസ്ലാമി പിടിച്ചെടുത്തു. മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലാണ് പോയിരിക്കുന്നത്. JCU ജഹാംഗീർ യൂണിവേഴ്സിറ്റിയിൽ BNPയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്, BNP അല്ലേ ഇനി അവിടെ അധികാരത്തിൽ വരേണ്ടത്, അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണല്ലോ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ. BNP ആണ് പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ളത്. BNPയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന് ജഹാംഗീർ നഗർ യൂണിവേഴ്സിറ്റിയിൽ ഒറ്റ സീറ്റും ഇല്ല, ഒറ്റ സീറ്റും കിട്ടിയിട്ടില്ല. ധാക്ക യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പ് BNP ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. അപ്പോൾ 2 സ്ഥലത്തും ഇല്ല BNPക്ക്. അവാമി ലീഗിന് മത്സരിക്കാനായില്ല, നിരോധിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഛാത്ര ലീഗ് BCC അവാമി ലീഗിൻ്റെ, അതിന് ഭീകര സംഘടനയായിട്ട് യൂനുസ് ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു 2024 ഓഗസ്റ്റ് മുതൽ. തീവ്രവാദികളെ ധാരാളം പേരെ മോചിപ്പിച്ചു യൂനുസ് സർക്കാർ അല്ലേ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളെയൊക്കെ മോചിപ്പിച്ചു, അൽ-ഖ്വയ്ദയുടെ ആളുകളെയൊക്കെ മോചിപ്പിച്ചു. പിന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ഹിന്ദുക്കൾക്കും ജൈനന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ അവിടെ അക്രമം നടക്കുന്നു. 2024 ജൂലൈയിലും ഓഗസ്റ്റിലും ആയുധ കൊള്ളകൾ നടന്നു അവിടെ. പിന്നെ അൽ-ഖ്വയ്ദ, IS, ഹിസ്ബുൾ തഹ്രീർ ഈ സംഘടനകൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അൽ-ഖ്വയ്ദയായിട്ടും IS-ഉം ആയിട്ടും ഹിസ്ബുത്ത് തഹ്രീറുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു. 2200 ജയിൽ ചാട്ടക്കാരിൽ ജയിൽ ചാടിയ 2200 പേര്, അതിൽ 70 ടെററിസ്റ്റുകൾ, ഭീകരവാദികളുണ്ടായിരുന്നു. ഏപ്രിലിൽ ധാക്കയിൽ നടന്ന ഇസ്രയേൽ വിരുദ്ധ റാലിയിൽ ഒസാമ ബിൻ ലാദൻ്റെ ചിത്രം ഉയർത്തി കാണിച്ചിരുന്നു. അപ്പോൾ ശശി തരൂര്, അദ്ദേഹം നയതന്ത്ര വിദഗ്ധനാണ്, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അതിന് വലിയൊരു തലം കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ശശി തരൂര് പറയുന്നു ഇത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല, ഭാവി വലിയ ആശങ്കയുടേതാണ്. കാരണം അവിടുത്തുകാർക്ക്, ബംഗ്ലാദേശികൾക്ക് പാർട്ടികളിൽ വിശ്വാസമില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അഴിമതി നടത്താത്തൊരു സംഘടനയായിട്ട് ജനം കാണുന്നു. മറ്റ് പാർട്ടികളൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ട്, ഇവർ അഴിമതി നടത്തിയിട്ടില്ലല്ലോ, എങ്കിൽ ഇവർ അധികാരത്തിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, മുന്നണിയായിട്ട് തന്നെ മത്സരിക്കും. അപ്പോൾ അവർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2026 ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ്
നടക്കാൻ പോകുന്നത്. അപ്പോൾ ഹസീന ഇതിനെ ബാൻ ചെയ്തിരുന്നു. ഇസ്ലാമി ഛാത്ര ശിബിറിനെ, ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിനെ നിരോധിച്ചിരുന്നു. ധാക്ക യൂണിവേഴ്സിറ്റി സെൻട്രൽ സ്റ്റുഡൻസ് യൂണിയൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പിടിച്ചു. 14 സീറ്റ് കിട്ടിയതിൻ്റെ അകത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി സ്ഥാനവും കിട്ടിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. ആദ്യമായിട്ടാണ് 1971 മാർച്ച് 25 പാകിസ്ഥാൻ പട്ടാളം ധാക്ക യൂണിവേഴ്സിറ്റിയിലേക്ക് കയറിയിരിക്കുന്നത്. മുമ്പ് ഞാനിത് വളരെ വിശദമായി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 200 പേരെ കൂട്ടക്കൊല ചെയ്തു. ആ 200 പേരെ കൂട്ടക്കൊല ചെയ്തതിൽ 10 പേര് പ്രൊഫസർമാർ, 12 പേര് ജീവനക്കാരായിരുന്നു. ബാക്കിയൊക്കെ ഡോർമിറ്ററിയിലൊക്കെ ഉറങ്ങിക്കിടന്ന കുട്ടികളാണ്, കുട്ടികളെയാണ് കൂട്ടക്കൊല ചെയ്തത്. ടാങ്കുകൾ, യൂണിവേഴ്സിറ്റി വളപ്പിലേക്ക് ടാങ്കുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, മോർട്ടാറുകൾ, യന്ത്രത്തോക്കുകൾ, ഇതൊക്കെ ആയിട്ടാണ് കയറിയത്. 3 ഗേറ്റ് വഴിയും കയറി, കിഴക്ക്, തെക്ക്, വടക്ക്, 3 ഭാഗത്തുകൂടിയും ടാങ്കുകൾ വളപ്പിലേക്ക് ഇരിച്ചു കയറി നിരനിരയായി ഉറങ്ങിക്കിടന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അന്ന്. അപ്പോൾ ഈ അടുത്ത ദിവസം മാർച്ച് 26 പുലർച്ചെ 12:30 മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ബംഗ്ലാദേശ് യുദ്ധം. പക്ഷെ മാർച്ചിൽ തന്നെ നമ്മൾ ഇടപെട്ടില്ല, കാരണം പിന്നെ മൺസൂണൊക്കെ വരികയല്ലേ. അപ്പോൾ മനക്ഷ പറഞ്ഞു 6 മാസം കഴിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഡിസംബറിലാണ് നടക്കുന്നത്. ആ ഡിസംബറിൻ്റെ ഇടയ്ക്ക് 2.5 ലക്ഷം പേരെ കൂട്ടക്കൊല ചെയ്തു പാകിസ്ഥാൻ കിഴക്കൻ ബംഗാളിൽ. ഏറ്റവും വലിയ വംശഹത്യ നടന്നത്. ഹിന്ദുക്കളെ 2.5 ലക്ഷം പേര് കൊന്നു. അന്ന് പട്ടാളത്തിനെ സഹായിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് പട്ടാളത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു അന്ന്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവിടെ ജിന്നയാണ് നമുക്ക് സ്വാതന്ത്ര്യം ചെയ്തത്, മുജിബുർ റഹ്മാൻ അല്ല എന്ന് പറഞ്ഞിട്ട് മുജിബുർ റഹ്മാന്റെ വീടിനൊക്കെ തീ വെച്ചില്ലേ. മുജിബുർ റഹ്മാന്റെ സ്മാരകം തകർത്തില്ലേ ഇപ്പോൾ. ടാഗോറിന്റെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ തറവാട് അവിടെ ഇല്ലായിരുന്നോ, അത് ഇപ്പോൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2025 ഈ കഴിഞ്ഞ മെയ് 1 ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഷഫീഖുർ റഹ്മാൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ നിയമം വഴിയേ ഒരു സമാധാന സമൂഹം ഉണ്ടാവുകയുള്ളൂ. തൊഴിലാളികളും മെയ് 1 തൊഴിലാളി ദിനത്തിൽ അങ്ങേരുടെ സന്ദേശം. ജമാഅത്തെ ഇസ്ലാമിയും തൊഴിലാളി ദിനമായിട്ട് എന്ത് ബന്ധം? അത് ഷിക്കാഗോയിൽ നടന്നൊരു അക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ മെയ് ദിനം ആചരിക്കുന്നത്. ഇങ്ങനെ മെയ് ദിനത്തിൽ പറയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ, അല്ലാഹുവിൻ്റെ നിയമം വഴിയേ സമാധാന സമൂഹം ഉണ്ടാവൂ. തൊഴിലാളികളും തൊഴിലുടമകളും കൈകോർത്ത് ഇസ്ലാമിക തത്വത്തിൽ മുന്നേറണം. ധാക്കയിലെ പുരാണ പൽത്താനിലെ തൊഴിലാളി റാലിയെ അഭിസംബോധന ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി അമീറാണ്. അപ്പോഴാണ് ഇത് പറഞ്ഞത് മെയ് ദിനത്തിൽ. അപ്പോൾ അവർ വളരെ സൂത്രത്തിലാണ് കളിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഒരു ഉപദേഷ്ടാവും യൂനിസിന് വെച്ച് കൊടുത്തിട്ടില്ല, പിള്ളേരൊക്കെ ആണല്ലോ. അവർ ചെയ്യുന്നത് ഉദ്യോഗസ്ഥ താക്കോൽ സ്ഥാനങ്ങളുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ, അതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടപ്പെട്ടവരെ വെച്ചു. ജുഡീഷ്യറിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വെച്ചു, പോലീസിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ, പട്ടാളത്തിൽ ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ഭരണം പിടിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അക്കാഡമിക്സ്, നമ്മുടെ സർവകലാശാലകളിലുമൊക്കെ തലപ്പത്തുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എടുത്തു വച്ചു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 19 നമ്മുടെ ദിബ്രു ഇല്ലേ, അസമിലെ ദിബ്രു അതിർത്തി ഗ്രാമം, മുസ്ലിം ഭൂരിപക്ഷ സ്ഥലം, ആ ദിബ്രുവിലെ അതിർത്തി ഗ്രാമങ്ങളായ ലക്കിമാരിയിലും ബിഷ്കോവയിലും പലർക്കും ടെലഫോണിൽ ഭീഷണികൾ വന്നു, പിന്നെ ഓഡിയോ സന്ദേശങ്ങൾ വന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഗ്രാമീണർ ജമാഅത്തെ ഇസ്ലാമിയെ ഒറ്റിക്കഴിഞ്ഞാൽ ആക്രമിക്കും,
ബംഗ്ലാദേശിന് വേണ്ടി ഉള്ള സംസാരമാണ്. ആ. ദിബ്രുവിലെ ഈ ഇസ്ലാം അല്ലാത്ത ആളുകൾക്ക് ഭീഷണി അതും ചെയ്യുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ. BNP അടുത്ത 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തൂത്തുവാരും എന്നാണ് ഇതുവരെ കരുതിയിരുന്നത് ആളുകൾ. അതിപ്പോൾ മാറിയിട്ടുണ്ട്. BNP നേതാവ് ഗയേശ്വർ ചന്ദ്ര റോയ് തന്നെ ഇപ്പൊ ഈ ധാക്കയിലൊക്കെ ജമാഅത്തെ ഇസ്ലാം പിടിച്ചല്ലോ അതെ. യൂണിവേഴ്സിറ്റി. അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് ഇപ്പൊ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുന്നണി തന്നെ വരാം. അവര് ഖിലാഫത്ത് ഇ മജ്ലിസ്, ഇസ്ലാമി ആന്തോളൻ, ഹെഫാസത്ത് ഇ ഇസ്ലാം തുടങ്ങിയ സംഘടനകളൊക്കെ ആയിട്ട് ഒരു മുന്നണിയായിട്ട് മത്സരിച്ചേക്കാം. ഇതാണ് ഭീകരമായ അവസ്ഥയാണ്. ഇന്ത്യക്ക് ഭീഷണിയാണ്, ഇന്ത്യയുടെ അയലത്താണ്. ഇന്ത്യയുടെ അയലത്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലേ? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.